40 ലക്ഷം ചെലവഴിച്ച് ബീഹാറിൽ നിർമ്മിച്ച ക്ലോക്ക് ടവർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതേപോലെ തന്നെ കേരള ഗവൺമെന്റ് 5800 കോടി ചെലവാക്കി നിർമ്മിച്ച റോഡാണ് ഇതാ ഈ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വല്ല കാര്യങ്ങളും ചെയ്യണ്ടേ? നിങ്ങൾ റീൽസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോ ഗവൺമെന്റോ ആരും ആയിക്കോട്ടെ, മിനിമം മനുഷ്യന്മാർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ബോധ്യമെങ്കിലും വേണ്ടേ? ഇത്രയും കോടി ചെലവഴിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു ഗ്യാരണ്ടിയെങ്കിലും ഞങ്ങളെ പോലത്തെ സാധാരണക്കാരെ എക്സ്പെക്ട് ചെയ്യില്ലേ? നിങ്ങൾ ഇവിടെ ഒന്ന് വന്ന് നോക്കിയേ, മണിക്കൂറുകൾ കൊണ്ടും ദിവസം കൊണ്ടും പാലങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ന്യൂസിൽ കണ്ടിട്ടുണ്ടോ ദുബായിൽ ഏതെങ്കിലും പാലം വിള്ളൽ പറ്റിയിട്ടുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്? ഇവിടെയും കൺസ്ട്രക്ട് ചെയ്യുന്നു, അവിടെയും കൺസ്ട്രക്ട് ചെയ്യുന്നു, ഇത്രയും ബഡ്ജറ്റും സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ നാട്ടിൽ മാത്രം ഉണ്ടോന്നോ ഇങ്ങനെ നടക്കുന്നത്? 644 കിലോമീറ്റർ ദൂരമുള്ള ഹൈവേ ആണ് ഇത്. മലപ്പുറമോ കൂരിയാടോ മാത്രമല്ല, നാളെ തിരുവനന്തപുരത്താണെങ്കിലോ മറ്റന്നാളെ എറണാകുളത്താണെങ്കിലോ എന്ത് വിശ്വസിച്ചിട്ടാണ് സാധാരണക്കാർ ഈ പാലത്തിലൂടെ യാത്ര ചെയ്യാൻ പോകുന്നത്? 15 വർഷം മുന്നേ MC റോഡ് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയിരുന്നു. ഇന്നും ഒരു കുഴി പോലും അത് നമുക്ക് കാണാൻ പറ്റില്ല. എന്താ ഡിഫറൻസ്? പാവം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. കറക്റ്റ് സമയത്ത് ആ ബില്ലൊന്ന് പാസ്സാക്കി കൊടുത്തിരുന്നെങ്കിൽ ഇന്നും അതുപോലത്തെ ഒരുപാട് റോഡുകൾ നമ്മുടെ നാട്ടിലുണ്ടാവുമായിരുന്നു. എന്നാണ് നമ്മുടെ നാട് നന്നാവാൻ പോകുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ യുവതലമുറ മറ്റു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് പോകുന്നത്. ഒരുപാട് ആഘോഷിച്ച് കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 6 വരിപ്പാത ഇപ്പൊ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കുകയാണ് അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് താഴെ കമന്റ് ചെയ്ത്